വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വ്യവസ്ഥകളോടെ വായ്പ അനുവദിച്ചു കേന്ദ്രം. 529.50 കോടി രൂപയാണ് വായ്പയായി അനുവദിച്ചിട്ടുള്ളത്. ഈ തുക 50 വർഷത്തിനകം തിരിച്ചടയ്ക്കണം. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, പറഞ്ഞ വ്യവസ്ഥകൾ ഇന്ന് തുക അനുവദിക്കുന്നു, മാർച്ച് 31-നകം ചെലവഴിക്കണം, അതിൻ്റെ കണക്കുകൾ ബോധ്യപ്പെടുത്തുകയും വേണം. വല്ലാത്ത വ്യവസ്ഥകളാണിപ്പോൾ 529 കോടി രൂപ നൽകിയതിനു ശേഷം കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരളം ആവശ്യപ്പെട്ടത് 2221 കോടി രൂപയുടെ സഹായമാണ്, പക്ഷേ ഇവിടെ വായ്പയാണ്. തീർച്ചയായും സംസ്ഥാനം ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ പുനരധിവാസത്തിനായി പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു, ഗ്രാന്റ് ആവശ്യപ്പെട്ടിരുന്നു, അതിന് പുറമെ വായ്പയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിന് ഏതായാലും അനുവദിച്ചിരിക്കുന്നത് ക്യാപെക്സ് വായ്പയാണ്. അതായത് ക്യാപെക്സ് വായ്പയുടെ പ്രത്യേകത, അതിന് 50 വർഷത്തെ കാലയളവുണ്ട്. 50 വർഷത്തിനകം തിരിച്ചടച്ചാൽ മതിയാകും. പലിശരഹിത വായ്പയാണ്. ഇത് രണ്ടുമാണ് ക്യാപെക്സ് വായ്പയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷെ അതിനും അവർ ഒരു നിബന്ധന കേന്ദ്രം വെച്ചിട്ടുള്ളത്, ഈ 31-നകം, അതായത് മാർച്ച് മാസം 31-നകം ഈ തുക ചെലവഴിച്ചു എന്നുള്ളത് അത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അത് സംസ്ഥാനത്തിന് വലിയ ഒരു വെല്ലുവിളിയാണ്. കാരണം ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 16 വകുപ്പുകൾ നൽകിയിട്ടുള്ള പദ്ധതിക്കാണ് ഈ വായ്പ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 16 വകുപ്പുകളായി പ്രവൃത്തികൾ പൂർത്തിയാക്കി അതിനുശേഷം മാത്രമേ ഇത് പൂർണ്ണതോതിൽ ചെലവഴിച്ചു എന്നുള്ളത് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇത് സംസ്ഥാനത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. അത് തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ധനമന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കിയത്. സംസ്ഥാനത്തിന് വലിയൊരു വെല്ലുവിളിയാണ് അത്. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിൽ പ്രായോഗികമാക്കാൻ സാധിക്കും എന്നുള്ളത് ധനവകുപ്പ് പരിശോധിക്കുകയാണ്. കാരണം ഇപ്പോൾ ഏറെ വൈകിയാണ് സംസ്ഥാനത്തിന് ഈ തുക കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ഫെബ്രുവരി മാസം പകുതിയാകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എത്ര വേഗത്തിൽ ചെയ്താലും ഈ കൃത്യമായ രീതിയിൽ തുക വിനിയോഗിക്കാൻ ഏത് രീതിയിൽ സാധിക്കും എന്നുള്ളതാണ് സംസ്ഥാനം പരിശോധിക്കുന്നത്. പക്ഷേ ഇത് സംസ്ഥാനത്തിന് വലിയൊരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷെ അപ്പോഴും കേന്ദ്രം ഏതായാലും സംസ്ഥാനത്തിന് ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഗ്രാന്റായി ഒരു തുകയും ഇതുവരെ അനുവദിച്ചിട്ടില്ല. അത് ഇനി അനുവദിക്കാനുള്ള സാധ്യത കുറവാണ് എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഷീജ, അതുതന്നെയാണ് ധനമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംസ്ഥാനം ആവശ്യപ്പെട്ടത് ഗ്രാന്റാണ്, പക്ഷേ വായ്പ ഒന്നുകിൽ വായ്പ തരുന്നുവെങ്കിൽ വളരെ നേരത്തെ തരണമായിരുന്നു. ദുരന്തമുണ്ടായിട്ട് 6-ലേറെ മാസം പിന്നിട്ടിട്ടും 1 രൂപ നൽകാതെ ഇപ്പോൾ തിടുക്കത്തിൽ പൈസ തരുന്നു, 529 കോടി രൂപ തരുന്നു, എന്നിട്ട് വളരെ പെട്ടെന്ന് ചെലവഴിക്കണമെന്ന് പറയുന്നത്. ഇതെവിടെയാണ്? കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ കേരളത്തോട് ആ പക തന്നെയാണ് കേന്ദ്രത്തിനുള്ളത്. അത് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് സിജു. കാരണം ഈ പറയുന്നത് പോലെ തന്നെ സംസ്ഥാനം ഈ മുണ്ടക്കൈ ചുരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ സംസ്ഥാനം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനു പുറമെ പുനരധിവാസത്തിന് മാത്രമായി 1500ഓളം കോടി രൂപയുടെ പ്രത്യേക പദ്ധതി വേണം, പ്രത്യേകമായി ധനസഹായം അത് ഗ്രാന്റായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനു പുറമെയാണ് വായ്പയായി കൂടി തുക അനുവദിക്കണം എന്നുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം. പദ്ധതികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വേണം എന്നുള്ള കാര്യം സംസ്ഥാനം ആവശ്യപ്പെട്ടത്. പക്ഷേ ഇതിൽ വായ്പയായി ക്യാപെക്സ് വായ്പയായി കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന ഈ ഒരു തുക എന്ന് പറയുന്നത്, പക്ഷെ അത് അടിയന്തരമായി ചെലവാക്കി തീർക്കണം എന്നുള്ളൊരു നിബന്ധന കേന്ദ്രം വെക്കുമ്പോൾ അവിടെയും സംസ്ഥാനത്തിനെതിരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവേചനം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തന്നെയാണ് ഈ വിഷയത്തെ കേന്ദ്രം കാണുന്നത് എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. തുക അനുവദിച്ച് അതിന് ചെലവഴിക്കാൻ അതിൻ്റെതായ സമയമെടുക്കും. കാരണം ഇത് ഒരു കെട്ടിടം കെട്ടി പൂർത്തിയാക്കുമ്പോഴായിരിക്കും ആ തുക പൂർണ്ണമായും വിനിയോഗിച്ചു എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ ഇത്ര ചെറിയ ഒരു ഇടവേളയ്ക്കുള്ളിൽ എങ്ങനെയാണ് ഈ പ്രവർത്തികൾ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയായി ഉള്ളത്. എന്തായാലും ധനവകുപ്പും സംസ്ഥാന സർക്കാരും കൃത്യമായ രീതിയിൽ ഇതിൽ പരിശോധന നടത്തുന്നുണ്ട്. ഏത് രീതിയിലാണ് ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് പരിശോധിക്കുന്നത്. സിജു. ശരി ഷീജ.